ഇന്ന് കടല് നല്ല റഫാണെന്ന് കേട്ടു. മീൻ പിടിക്കാനാണെങ്കിൽ ബോട്ടിൽ ഇറങ്ങുകയും ചെയ്തു. മഴയില്ലെന്നുള്ളതാണ് ഏക ആശ്വാസം. എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഇനി ധൈര്യമായിട്ട് പോയിട്ട് വരാം. ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നത് കണ്ടോ നിങ്ങള്? സേഫ് ആയിട്ട് പിന്നെ ഒത്തിരി പേരുണ്ട് നീന്തൽ അറിയാവുന്ന, അപ്പൊ വേറെ ടെൻഷൻ ഒന്നുമില്ല. നീന്തിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടുപോകും. ഒക്കെ അങ്ങനെയൊന്ന് കാണിക്കും, നമ്മളെ കര കാണിക്കും. ഈ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന താമസിക്കുന്ന ദ്വീപ്. മഴക്കാറുള്ളത് കൊണ്ട് തന്നെ സീ നല്ല റഫാണിന്ന്. ഓപ്പൺ സെറ്റിംഗ്സും കൂടെ ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതാണ് നിലവിലത്തെ കണ്ടീഷൻ. ബോട്ടിന് നല്ല ചാഞ്ചാട്ടമുണ്ട്. ബോട്ടിൽ കയറിയ ഉടൻ എല്ലാവരും മീൻ പിടിക്കാനുള്ള ചൂണ്ടയെല്ലാം സെറ്റാക്കി. കുറെ പേരൊക്കെ ബോട്ടിൽ അവിടെയും ഇവിടെ ഇരുന്നിട്ട് ചൂണ്ടയിടാനും തുടങ്ങിട്ടോ. ട്യൂണമീനിന്റെ പാർട്സ് വെച്ചിട്ടാണ് ചൂണ്ടക്കുളത്ത് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ അതേ അക്കതേ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുവാണേ. നല്ല ഭംഗിയുണ്ട് തിര കാണാനായിട്ട്. കുറെ ദൂരം പോയപ്പോ ദുവാഫാറു ഐലൻഡ് കണ്ടു. അത് കഴിഞ്ഞ് ഊങ്കുഫാറു. നമ്മൾ ഈ ലൊക്കേഷനാണ് മീൻ പിടിക്കാനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ദ്വീപിന്റെ ഇടയിലുള്ള കടല് നല്ല ആഴമേറിയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ തന്നെ നമ്മൾ ചൂസ് ചെയ്തത്. ரொம்ப ஜாலியா இருக்கு, கொஞ்சம் பயமாவும் இருக்கு. ஏன்னா மழை வரப்போகுது. உனக்கு தெரியுமா, அவங்க இன்னைக்கு 7-8 மணிக்கு தான் ரிட்டர்ன் வருவாங்க. இந்த ஐஸ் பேக் ஃபுல்லா நிறைச்சு தான் இன்னைக்கு மீன் பிடிக்க போறாங்க. ஓகே, எக்ஸைட்டடா இருக்கு. பார்க்கலாம் எப்படி போகுது இன்னைக்கு. സീ റഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ ലൊക്കേഷനിൽ എത്തിച്ചേർന്നു കേട്ടോ. നമ്മളെ കുറച്ചു നേരം ബോട്ടിൽ ഇങ്ങനെ പോകുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മഴ നല്ല വരുന്നുണ്ട്, പക്ഷെ കണ്ടീഷൻസ് ഓക്കെ ആണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മ பார்க்கலாமா? இதுதான் துவாஃபார். இது നമ്മള് ജോബി ആക്ലിക്കറിയത് ഊങ്കുഫാറു. അതോ അത് வந்து ഊങ്കുഫാറു. ഊങ്കുഫാറു ദ്വീപിന് തൊട്ടടുത്തുള്ള ആൾതാമസമില്ലാത്ത ദ്വീപാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ദേ നോക്ക്, ഒരു നല്ല കൂണ് പോലെ കാണുന്നതാണ് ഈ ഐലൻഡ്. കുറച്ചധികം കണ്ടൽക്കാടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ. ഇങ്ങനെയാണ് ഓരോ ദ്വീപും കടലിലുണ്ടാവുക. ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. മീൻ പിടിക്കുന്ന കണ്ടാ കൊറേ നേരമായി ബേബേ ചൂണ്ടിട്ടിട്ട് മീൻ പിടിക്കാൻ വേണ്ടി നോക്കണു, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല മീനെ. നല്ല ആഴമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ബോട്ട് നന്നായിട്ട് ഉലയുന്നുണ്ടേ. ഇനി നമുക്ക് മീൻ പിടിക്കാം. എങ്ങനെയാണ് ഇവിടെ മീൻ പിടിക്കുക എന്നുള്ളതും എത്രയൊക്കെ മീൻ കിട്ടി എന്നുള്ളതും ഞാൻ അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.